എൻ്റെ രഞ്ജുൻ്റെ അമ്മയുണ്ട്. നമ്മൾ പാവന്നൂര് അമ്മേൻ്റെ വീട്ടിൽ തറവാട്ട് പോയിരുന്നു. അങ്ങനെ നമ്മൾ പാവന്നൂര് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കാൻ പോക്കാന്ന്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഗീതമാമീനെയും കിട്ടി. അങ്ങനെ ഗീതമാമീനെയും കൂട്ടിയിട്ട് പോക്കാന്ന്. ഞാനും അമ്മയും നീയും ഗീതമാമിയും ഷൈനിമുറ്റും അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് നടക്കുകയാണ്. കനാലിൽ വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ നിറച്ച് മീനുണ്ട്, ഒരുപാട് മീനുണ്ട്. നമ്മളങ്ങനെ മീനിനെല്ലാം നോക്കി നിൽക്കുകയാണ്. നമ്മളിവിടെ കനാലൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് മാമൻ്റെ വീട്ടിലെത്തി. എല്ലാവരും നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമല്ലേ ഈ കുടുംബസംഘം വല്ലോ. അന്നേരമെല്ലാം എല്ലാവരും ഒത്തുകൂടുക. മാമിമാരെല്ലാം കൂടിയിട്ട് കറിയെല്ലാം വെക്കുന്നുണ്ട്. അമ്മ ദക്ഷേനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ദക്ഷ എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. അംഗൻവാടി പോയതെല്ലാം പറയുന്നത്. അപ്പോൾ ഷീബമ്മയും ഓമനമ്മയും ആൻറ്റി ആപ്പനും അതുകൂട്ടിയെല്ലാം വന്ന് അവരെല്ലാം വന്നിട്ട് വർത്താനം പറയുന്നു. നല്ല രസമല്ലേ. അപ്പം അമ്മ ചിക്കൻ കറിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം കഴുകുകയെന്ന്. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നു കേട്ടോ. ആദൂട്ടീൻ്റെ കയ്യിൽ ഒരു പാട്ടിൽ അറിയും മുട്ടായി ഉണ്ട്, അതും എടുത്തിട്ട് നടക്കുകയെന്ന്. എല്ലാവരും ഒത്തൊരുമിച്ച പിന്നെ ഒരേ വർത്താനം ഇരിക്കുമല്ലോ. കുറേ നാൾ കൂടിയിട്ട് പിന്നെ കാണുന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ആദൂട്ടിയും ദക്ഷയും കൂടിയിട്ട് കളിക്കുന്ന തിരക്കിലാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. രണ്ടാളും സൈക്കിൾ ഓടിച്ചിട്ടുള്ള കളിയാണ്. നമ്മളെല്ലാവരും ഇരുന്നിട്ട് വേണ്ടിയിട്ട് അമ്മ ഉണ്ണിയപ്പം എടുത്തിട്ട് വന്ന്. എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഉണ്ണിയപ്പം. ഇവരെല്ലാം ഉണ്ണിയപ്പം തിന്നുന്നുണ്ട്. എല്ലാവരും ഓരോ പണിയിൽ മുഴുകിയതാണ്. പ്രണവേട്ടനുണ്ട് അതും നോക്കി നിൽക്കുന്നത്. പിള്ളേർ ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമാണ് കേട്ടോ. മുട്ടായിയെല്ലാം വായിൽ വെച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും പുറത്തിറങ്ങി. നമ്മൾ കനാലിലോട്ട് നടന്നു പോയിന്ന്. മീനെ പിടിക്കാന്നെല്ലാം മറ്റാ പോകുന്നത് തോട്ടിൽ. അപ്പോൾ തോട്ടിൽ നിന്ന് കുറേ മീനെ കിട്ടീന് കേട്ടോ. അതിന് ശേഷം നമ്മളെല്ലാവരും വന്നിട്ട് ചോറ് നിന്ന്. എല്ലാവരും ഇലയിട്ടിട്ട് നിലത്തിരുന്നിട്ട് തിന്നാൻ നല്ല രസമല്ലേ. എല്ലാവരും ഒത്തൊരുമിച്ച് കുട്ടികളെല്ലാവരും ഇരുന്നിട്ടുള്ളൂ കേട്ടോ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ചോറ് തിന്നുമ്പോൾ വലിയവരെല്ലാവരും അവിടെ നോക്കിന്നെ. നമ്മൾ ചോറ് നിന്ന് എണീച്ചിട്ട് വേണം അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാവരും ഇരുന്ന് തിന്നു കേട്ടോ. സാമ്പാറും പപ്പടും വറവും അച്ചാറും ചിക്കൻ കറിയും പായസം എല്ലാം ഉണ്ടേനു. അമ്മ എല്ലാവർക്കും പായസം വിളമ്പി കൊടുത്തിന്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് അവരോടെല്ലാം പറഞ്ഞ് പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ചോറുന്നതിന് മുന്നേ പായസം എടുത്ത് വെച്ചാൽ. അപ്പോൾ ചോറുണ്ട് മധുരക്കുന്നു. പായസത്തിൻ്റെ ആ മധുരം അമ്മേനോട് ഞാനൊരു സൈഡിൽ വിളമ്പി തരാൻ പറഞ്ഞിട്ട് അമ്മേൻ്റെ ചോറിൻ്റെ നടുക്ക് തന്നെ കൊണ്ടുവച്ച്. അപ്പോൾ ഈ ചോറും ഈ മധുരത്തിട്ട് തിന്നാൻ കഴിയുന്നില്ല. എനിക്ക് ഒന്നാമതേ പായസം ഇഷ്ടമല്ലാത്തതാണ്. നമ്മളെണീച്ചതിന് ശേഷം വലിയവരെല്ലാം ഇരിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ആപ്പന വിളമ്പി കൊടുക്കുന്നു. അമ്മമ്മയും ഗീതമാമിയും സവിതമാമിയും രമമ്മയും ഷീബമ്മയും പിന്നെ ആൻറ്റിമാരും അജിമാമിയും അങ്ങനെ കുറേ ആളുണ്ടായിന് കേട്ടോ നമ്മളെടുക്കാൻ. ആൻറ്റിമാരും ചേച്ചിമാരും മൂത്തമെല്ലാം താഴെ ഇരുന്നിന്. അവരെല്ലാം നിലത്തിരുന്നിട്ട് നമ്മൾ നിന്ന പോലെ ചമ്മണം പടഞ്ഞിരുന്നിട്ട് അത് നിന്ന്. സവിതമാമി അവർക്ക് കമ്പനി കൊടുക്കാനാണ് ഇരുന്നിട്ട് കേട്ടോ. എല്ലാവരും ചോറെല്ലാം തിന്നതിന് ശേഷം വർത്താനം പറയാൻ ഞാൻ അടക്കിടന്ന് ഉറങ്ങിപ്പോയി. ഇവരെല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. എന്തോ കാര്യമായിട്ടുള്ള ചർച്ച ഇവരുടെ നടത്തുന്നത്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം രസ്ന ആൻറ്റി എല്ലാവർക്കും പിരിയം ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻറ്റി ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അതുകൊണ്ട് ആൻറ്റീനെ മുതലാക്കാൻ എന്നിട്ട് എല്ലാവരും ത്രെഡ് ചെയ്യാനും മുടി മുറിക്കാനും എല്ലാം ആൻറ്റീനോട് പറഞ്ഞിട്ട് അങ്ങനെ ആൻറ്റി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു യൂട്യൂബറായ കനക എന്ന് പറയുന്നവരെ വീട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.